Honor Lite സീരീസിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇവർ ഉൾപ്പെടുത്തുന്നത്. ആ ഒരു കാര്യം വഴിയെ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞു വരുന്നത് Honor 600 Liteനെ കുറിച്ചാണ്. മിഡിൽ ഈസ്റ്റ് വേർഷൻ ആണ്. ഏകദേശം 8 ദിവസത്തോളമായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. സോ അത്രയും ദിവസത്തെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് അറിയണമെന്നുള്ളവർക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹമുള്ളവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. ഇനി വീഡിയോ ഇന്ത്യയിൽ നിന്നാണ് കാണുന്നെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. സോ സമയം കളയേണ്ട നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഒരു ഫ്രോസ്റ്റഡ് ടൈപ്പ് TPU കേസ് വരുന്നുണ്ട്. 45 വാട്ടിന്റെ ചാർജർ അഡാപ്റ്ററാണ് കൂടെ വരുന്നത്. ടൈപ്പ് A to ടൈപ്പ് C ചാർജിങ് കേബിൾ. 4 കളേഴ്സിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഗ്ലോബലി അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിലുള്ളത് വെൽവെറ്റ് ഗ്രേ എന്ന് പറയുന്ന കളറാണ്. ഇതുകൂടാതെ ബ്ലാക്ക് കളറിലും ഗോൾഡ് കളറിലും ഗ്രീൻ കളറിലും അവൈലബിൾ ആണ്. ഇപ്പം വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ലൈറ്റ് സീരീസിൽ ഇതുവരെ കാണാത്ത ആ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബിൽഡ് മെറ്റീരിയൽ തന്നെയാണ്. ഇത്രയും കാലം പ്ലാസ്റ്റിക് ആയിരുന്നു ബോഡി ഫ്രെയിമിങ്ങിൽ, ഇത്തവണ അലൂമിനിയത്തിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതും 7.34 mm തിക്നെസ്സും 180 ഗ്രാം ആണ് വെയിറ്റ് വരുന്നത്. പിറകിൽ മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എഡ്ജസ് ഒക്കെ നല്ല രീതിയിൽ കേർവ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം ബ്രോക്കേഴ്സും, താഴ്വശത്തായിട്ട് നമുക്കൊരു A ബട്ടണും കാണാൻ സാധിക്കുക. മുകൾ വശവും ലെഫ്റ്റ് സൈഡും കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ വരുന്നത്. 2 നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കും. മെമ്മറി കാർഡ് ഓപ്ഷൻ ഇല്ല. ഇന്റേണൽ മൈക്ക്, ടൈപ്പ് C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. സോ ഡിസൈൻ വൈസ് ഒരല്പം പ്രീമിയം ഫീൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ SGSന്റെ 5 സ്റ്റാർ റേറ്റഡ് ഡ്രോപ്പ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ ആണ്. അതോടൊപ്പം തന്നെ IP66 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. പക്ഷേ ഇത്രയും സ്ലിം ആയിട്ട് കൂടിയും 6520 mAh ബാറ്ററി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കാണാൻ സാധിക്കും. 45 വാട്ടിന്റെ ചാർജർ നമുക്ക് ഇതിന്റെ കൂടെ ലഭിക്കുന്നുണ്ട്. സോ നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ കൂടിയും ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ദിവസം യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ 1.5 ദിവസത്തിന് മുകളിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് എവിടേക്കോ ഒരു ചായ കാച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 6.6 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന 120 Hz റിഫ്രഷ് റേറ്റിൽ വരുന്ന AMOLED പാനലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. വളരെ തിന്നായിട്ടുള്ള ബസലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 95% ആണ് സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. അതുപോലെ തന്നെ 2000 നിറ്റ്സ് ആണ് ഇതിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ്. 6500 നിറ്റ്സ് ആണ് ഇതിൻ്റെ HDR പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാലും ഏതൊരു സിറ്റുവേഷനിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ റീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. 434 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. സോ ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണെന്ന് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ 3840 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ലോ ലൈറ്റ് സിറ്റുവേഷനിൽ ഫ്ലിക്കറിംഗ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കണ്ണിനുണ്ടാകുന്ന സ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ കുറവ് തന്നെയായിരിക്കും. 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. HDR10+ ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ഉണ്ട്. സോ ഡിസ്പ്ലേ വൈസ് പറയാനാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ക്വാളിറ്റി എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കാണാൻ സാധിച്ചിട്ടുള്ളത്. MediaTek Dimensity 7100 Elite എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 6 നാനോമീറ്റർ ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 2.4 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. ഈ ഒരു പ്രൈസിൽ ബെസ്റ്റ് പ്രോസസ്സർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അതുമാത്രമല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല. നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒട്ടും പ്രശ്നമില്ലാതെ നല്ല സാറ്റിസ്ഫൈഡ് ലഭിക്കുന്ന ഒരു പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. അന്തുത്തു സ്കോർ 8 lakhന് മുകളിലാണ് എനിക്കിതിൽ ലഭിച്ചിട്ടുള്ളത്. ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ കൂടിയും ഭയങ്കരമായിട്ടുള്ള ഒരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. മറിച്ച് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ഞാനിതിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് കളിച്ചത്. ഏകദേശം 45 മിനിറ്റിന് മുകളിൽ ഞാനിതിൽ കളിച്ചിട്ടുണ്ട്. ഒരു നോർമൽ യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരു സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ നമുക്കിതിൽ ഗെയിമിംഗ് പെർഫോമൻസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ടതാണ് അത്രയും സമയം കളിച്ചിട്ട് എനിക്ക് അങ്ങനെ കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളോ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സോ പെർഫോമൻസ് വൈസ് നിങ്ങളൊരു നോർമൽ യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ മെമ്മറീസിൻ്റെ കാര്യമാണെങ്കിൽ ഖത്തറിൽ 8GB 256GB എന്ന് പറയുന്ന ഒരൊറ്റ മെമ്മറിയിലാണ് അവൈലബിൾ ആകുന്നത്. മറ്റു ചില രാജ്യങ്ങളിൽ 8GB 128 12GB 256GB എന്ന് പറയുന്ന മറ്റു വേരിയൻസിലും അവൈലബിൾ ആകുന്നതാണ്. മെമ്മറി കാർഡാണ് ഒരു ഓപ്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമല്ല. ഇനി കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ഉണ്ട്, ഡ്യുവൽ ബാൻഡ് 5G ഇതിൽ സപ്പോർട്ട് ഉണ്ട്, 4G LTE ഇതിൽ സപ്പോർട്ട് ഉണ്ട്, ബ്ലൂടൂത്തിൻ്റെ 6 ആണ് വരുന്നത്. NFC-യും ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. Android 16 ബേസ്ഡ് മാജിക് OS 10 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 6 വർഷത്തെ സോഫ്റ്റ്വെയർ ആൻഡ് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് കമ്പനി ഇതിൽ പ്രോമിസ് ചെയ്തിരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, Android 16 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ഇത് എടുത്ത് പറയേണ്ടത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പോഴും ഹോണറിൻ്റെ സ്മാർട്ട് ഫോൺ റിവ്യൂ ചെയ്യുന്ന സമയത്ത് കമൻറ്റായിട്ട് താഴെ വരുന്നുണ്ട്, പ്ലേ സ്റ്റോർ വർക്ക് ചെയ്യുമോ, ജിമെയിൽ വർക്ക് ചെയ്യുമോ, ഗൂഗിൾ വർക്ക് ചെയ്യുമോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നവർ ആ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു കുഴപ്പമാണെന്നേ. എങ്ങനെയാണോ മറ്റ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വർക്ക് ചെയ്യുന്നത്. അതിലെന്തൊക്കെ വർക്ക് ചെയ്യുമോ ഇതൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ വർക്ക് ചെയ്യുന്നതാണ്. എനിവേ
ആസ് യൂഷ്വലി ബ്ലോട്ടേഴ്സ് ഉണ്ട്, ആപ്പ് സജഷൻസ് ഉണ്ട്. വേണ്ടാത്തത് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിതിൽ കാണാൻ സാധിക്കും. അത് പറയുന്നതിന് മുമ്പ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. സാധാരണ രീതിയിൽ 1-2 ഫംഗ്ഷനാണ് ആ ഒരു ബട്ടണിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഇതിൽ 3 ഫംഗ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഒന്ന് ഷോർട്ട് പ്രസ് അഥവാ സിംഗിൾ പ്രസ്, ഡബിൾ പ്രസ്, ലോങ് പ്രസ്. ഇത്തരത്തിലുള്ള 3 മെത്തേഡിലൂടെ നമുക്ക് 3 ഫംഗ്ഷൻസ് ഈ ഒരു ബട്ടണിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിവേ ആസ് യൂഷ്വലി ഗൂഗിൾ ജെമിനി അതുപോലെ തന്നെ സർക്കിൾ ടു സെർച്ച് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. മെമ്മറീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സബ് ടൈറ്റിൽസ്, ട്രാൻസ്ലേറ്റ്, കോൾ ട്രാൻസ്ലേഷൻ, വോയിസ് ക്ലോണിംഗ് ഡിറ്റക്ഷൻ അഥവാ ആരെങ്കിലും നമുക്ക് ഫേക്ക് കോൾ അല്ലെങ്കിൽ സൗണ്ട് വെച്ച് കോൾ ചെയ്യുകയാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യുന്ന ഓപ്ഷൻ, റൈറ്റിംഗ്, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചിലർക്കെങ്കിലും യൂസ്ഫുൾ ആകുന്ന മറ്റൊരു ഓപ്ഷനാണ് പാരലൽ സ്പേസ് എന്ന് പറയുന്നത്. അഥവാ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ തന്നെ 2 സ്മാർട്ട് ഫോണായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അഥവാ പ്രൈവറ്റ് സ്പേസ് എന്നുള്ള രീതിയിൽ മറ്റൊരു സ്പേസ് ആയിട്ട് നമുക്ക് ആ ഒരു പാരലൽ സ്പേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലൂടെ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിനെ 2 സ്മാർട്ട് ഫോണായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമാണ്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സൂപ്പർ ലൗഡി അല്ല, എങ്കിലും അത്യാവശ്യം ലൗഡിയാണ്. സോ ഒരു ഡീസൻറ്റ് സ്പീക്കർ ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. 2 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 108 മെഗാ പിക്സൽ മെയിൻ ലെൻസും 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും. സോ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ ഒരു ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ 400 ലൈറ്റിനേക്കാളും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് എനിക്ക് ഇതിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളും മിക്ക ഫോട്ടോസിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കളേഴ്സ് മിക്ക ഫോട്ടോസിൽ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ഇതിന് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ക്വാളിറ്റിയിലാണ് ഫോട്ടോസ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഡേലൈറ്റ് ഫോട്ടോസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള HDR പെർഫോമൻസ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു പോർട്രേറ്റ് ഫോട്ടോസും കാണാൻ സാധിക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി 5 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസ് 5 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഓക്കെ എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഇനി 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ഫോട്ടോസ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മിക്ക സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഡേലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും HDRൻ്റെ കാര്യമാണെങ്കിലും ഈവൻ പോർട്രേറ്റ് ഫോട്ടോസും നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു നൈറ്റ് ഫോട്ടോഗ്രാഫി ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു സെൽഫി ക്യാമറയുടെ ഭാഗത്തായിട്ട് ഒരു ലൈറ്റ് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല ഡാർക്കുള്ള സിറ്റുവേഷനിൽ ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് എനേബിൾ ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. സോ വീഡിയോഗ്രാഫിയുടെ കാര്യമാണെങ്കിൽ സാധാരണ ഈ ഒരു ലൈറ്റ് സീരീസിൽ വീഡിയോഗ്രാഫിക്ക് വലിയൊരു ഇമ്പോർട്ടൻറ്റ് നൽകിയതായിട്ട് നമുക്ക് കാണാറില്ല. അത്തരത്തിൽ തന്നെയാണ് ഇതിൽ പ്രത്യേകിച്ച് EISO അല്ലെങ്കിൽ OS ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ കാണുന്ന സാമ്പിളിലുള്ള ആ ഒരു സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഓക്കെ എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോഗ്രാഫി പെർഫോമൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. Honor 600 ലൈറ്റിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് 8 + 256 GB 1219 ഖത്തറിയാണ് ഒഫീഷ്യൽ പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 31,000+ ആണ്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ ഖത്തറിൽ നിന്ന് ബെസ്റ്റ് പ്രൈസിൽ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇവിടെ ഞാൻ കോൺടാക്ട് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. അതിൽ കോൾ ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഒന്ന് ബിൽഡ് ക്വാളിറ്റിയാണ്. അലൂമിനിയം ബോഡി ഫ്രെയിം യൂസ് ചെയ്തത്, സൂപ്പർബായിട്ടുള്ള ഡിസ്പ്ലേ ക്വാളിറ്റി, കിഡിലനായിട്ടുള്ള ബാറ്ററി പെർഫോമൻസ്, അതുപോലെ തന്നെ സൂപ്പർബായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഡീസൻറ്റ് കാറ്റഗറിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഒന്ന് ക്യാമറ പെർഫോമൻസ് ആണ്, സ്റ്റീരിയോ സ്പീക്കർ പെർഫോമൻസ് ആണ്. ഇനി കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാമെന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോസസ്സറാണ്. അത് കുറച്ചും കൂടി ബെറ്റർ ആണെങ്കിൽ സൂപ്പർബാണ്. പക്ഷേ നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ യാതൊരു ഇഷ്യൂസും കാര്യങ്ങളില്ലാതെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ആ ഒരു കാര്യം കൂടി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. അടുത്ത അൺബോക്സിങ് വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ ഹിൻറ്റ് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ഐറ്റമാണ് വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. സോ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.